അപ്പോൾ നമുക്ക് കറി എങ്ങനെ വെക്കാൻ നോക്കിയാലോ. മൺചട്ടി എടുക്കുക, അതാണ് ബെസ്റ്റ് കേട്ടോ. അങ്ങനത്തെ മീൻ കൂട്ടാനൊക്കെ വേറെ പാത്രങ്ങളൊന്നും എടുക്കണ്ട. അതിലോട്ട് ഒരു വലിയ സവളയുടെ പകുതി, ചെറിയ സവളയാണെങ്കിൽ ഒരെണ്ണം ചേർത്തോ കുഴപ്പമില്ല കേട്ടോ. വലുതാണെങ്കിൽ നമുക്ക് പകുതി മതി. ഇനി ഇതിലോട്ട് 1 ഇഞ്ച് നീളമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണം വേണം നമുക്ക്. കുറേ പേര് പറയാറുണ്ട് ഇതെന്ത് ഇഞ്ചി കണക്ക് പറയണേന്ന്, കുറേ പേർക്ക് അത് ഉപകാരമെന്ന് പറയാറുണ്ട്, അതുകൊണ്ടാട്ടോ. പിന്നെ അതിലോട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂട്ടിയിട്ട് നീളന അരിഞ്ഞത്. 1 അല്ലി വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴല്ല ആവശ്യം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റത്തേക്ക് ഒരു ആവശ്യമുണ്ട്, ആ നേരത്തേക്ക് എടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് 4 പച്ചമുളക് അതിൻ്റെ നടു കുത്തി പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് തേങ്ങ, അതായത് അരമുറി തേങ്ങ കേട്ടോ, ചിരകിയത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി, ചെറിയ തക്കാളിയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു 2 എണ്ണം എടുക്കുക. ഇതാണ് നമ്മുടെ ഈ കറിയുടെ ഹൈലൈറ്റ്. പേട ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അമ്മച്ചി പറഞ്ഞിട്ടുള്ളൊരു സൂത്രമാണ്. ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ ചാളക്കൂട്ടാൻ വെക്കുമ്പോൾ, നമ്മുടെ അവിടെ തൃശ്ശൂർ ചാളാന്ന് പറയുക, ചാളക്കൂട്ടാൻ വെക്കുമ്പോൾ മട്ടിക്കും വേഗം, ചൊടി ഉണ്ടാവില്ല, നമുക്കൊന്നും പുളി എരിവൊന്നുമില്ല. ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ അവിടെ വലിയ മീനുകളൊക്കെ വെക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണമീനെ വെക്കുക. ചെറുമീനൊക്കെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുള്ളൂ. അപ്പോൾ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ഇങ്ങനത്തെ ചെറിയ മീനിൽ ഒഴിക്കുമ്പോൾ നല്ല പുളി വേണം. അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുളിയുടെ ടേസ്റ്റ് കറക്റ്റ് കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൽ അരയ്ക്കുമ്പോൾ ഒരു തക്കാളിയും, പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്തത് 2 ഏലക്കായി കേട്ടോ, ചേർത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തേങ്ങ നല്ലോ നമുക്ക് അരഞ്ഞു വരും. ഒരു 2 കിറുകിറാക്കി എടുക്കുക, അധികം ആക്കരുത് കേട്ടോ. അധികം ആക്കി കഴിഞ്ഞാൽ തേങ്ങ അങ്ങോട്ട് വല്ലാതെ അരഞ്ഞു പോവും. പിന്നെ അത് നമുക്ക് പിഴിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്നിട്ട് അതിൻ്റെ 1/4 പാല്, നമുക്കൊരു 1.5 കപ്പോളം 1/4 പാല് വേണം. അത് തലപ്പാൽ എന്നൊക്കെ പറയില്ലേ ചില സ്ഥലത്ത്, നമ്മുടെ അവിടെ 1/4 പാല് എന്ന് പറയും, കട്ടിപ്പാൽ. അതെടുത്തിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതേ മിക്സി ജാറിലേക്ക് തന്നെ ഈ പിഴിഞ്ഞിട്ടുള്ള ഈ ചണ്ടി ഇട്ടിട്ട് വീണ്ടും നമുക്കൊരു 2 കപ്പോളം എന്ത് വേണം, അത് 2 കപ്പോളം നമുക്ക് ഇതിന് പാല് കിട്ടില്ല. അപ്പോൾ ഒരു കപ്പോളം പച്ചവെള്ളം ചേർത്തിട്ട്, അതായത് ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് വീണ്ടും അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 2 കപ്പോളം 2-ാം പാലും വേണം, 1.5 കപ്പോളം തലപ്പാലും വേണം കേട്ടോ. ഈ 2 കപ്പിലും കൂടുതലൊന്നും നമുക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളമായി കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് തളച്ചിട്ട് ആ മീനിൻ്റെ രുചിയൊക്കെ പോവും. ഇതേ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കേട്ടോ. ഞാൻ ചെറിയ ടീസ്പൂണിൻ്റെ അളവാണ് പറയണത്, വലിയ ടീസ്പൂണിലൊന്നും നമുക്ക് വേണ്ട. ചാളയാണ്, അധികം പൊടികളൊന്നും വാരി വലിച്ചിട്ടാലേ മട്ടിക്കുള്ളൂ, കഴിക്കുമ്പോൾ ചൊടി ഉണ്ടാവില്ലേ കൂട്ടാൻ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ല കൈ വെച്ച് തിരുമ്മി യോജിപ്പിക്കണം. ഇതിലോട്ട് പിന്നെ കുടപ്പുളി, അതായത് 4 അല്ലി കുടപ്പുളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ ചുളയാണെങ്കിൽ നമുക്ക് 2 ചുള മതിയാവും, ചെറിയ ചുളയാണെങ്കിൽ 4 വേണം കേട്ടോ. കൈ വെച്ചിട്ട് ഇതുപോലെ തിരുമ്മണം. ആദ്യത്തിലേ തിരുമ്മരുത്, പൊടികൾ ഇതൊക്കെ ഇട്ടിട്ട് സവോളയൊക്കെ കൂട്ടി തിരുമ്മരുത്, അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഞെവടാനേ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് സ്റ്റൗമ്മ വയ്ക്കാം, നല്ലൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു പരുവത്തിന് നല്ലൊന്ന് തിളയ്ക്കുമ്പോൾ ചാളക്കുട്ടനെ ഇട്ട് കൊടുക്കുക. നമ്മളൊരു ചാളാന്ന് പറയാം, മത്തി എന്ന് പറയണേരെ. തൃശ്ശൂർ അധികം മത്തി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് മത്തി എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഞാനാണെങ്കിലും ചാള നമ്മുടെ ഇവിടെയൊക്കെ പറയാം കേട്ടോ. പൈറ്റിച്ചാളയല്ല, ഒരു പൈറ്റിയുടെയും വലുതിൻ്റെയും ഇടയിലുള്ളത്, ഇതിനെന്താ പേര് എനിക്കറിയില്ല, കുഞ്ഞൻ ചാള അങ്ങനെ പറയാം നമുക്ക്. 1 കിലോ ചാളയുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. നല്ല ടേസ്റ്റായി ചാള ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ആ മട്ടിപ്പൂ ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് പുളി, ഒരു പ്രത്യേക പുളി രസമൊക്കെ കിട്ടുന്നതാകുമ്പോൾ എരിവും ഒക്കെ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് മാത്രം നമുക്ക് തിളപ്പിച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കുക, പിന്നെ തുറന്നു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. ഈ ഒരു ചാറ് പരിവ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ വെന്തിട്ടുണ്ട്. പിന്നെ 5 മിനിറ്റ് നമ്മൾ ഈ പാലൊന്ന് പറ്റിക്കാനാണ്. ഇതിലും കൂടുതലിട്ട് നിങ്ങൾ തിളപ്പിക്കല്ലേ, മീനിൻ്റെ ടേസ്റ്റ് ഒക്കെ പോവും, മരപ്പൂള് പോലെയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മൃഷ്ടിയില്ലാത്ത പോലത്തെ ഇതായിരിക്കും മീൻ കഴിക്കുമ്പോൾ. പിന്നെ മണമൊക്കെ പോവും, മീൻ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറേ നേരം വെള്ളത്തിലിട്ട് ഇങ്ങനെ പ്ലപ്ലാ വന്ന് തിളപ്പിക്കരുത് കേട്ടോ. 5 മിനിറ്റ് തുറന്നു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്. നല്ല ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾക്ക് 1/4 പാല് ചേർക്കാം. ഞാൻ ഇത്തിരി കൂടി വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പരുവം ഒരു 5 മിനിറ്റ് തുറന്നു വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ 1/4 പാല് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ 1/4 പാല് ഒഴിക്കുമ്പോഴും ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നമ്മുടെ ആ തക്കാളി ഏലക്കയും ചേർത്ത് ആ തേങ്ങാപ്പാൽ അരച്ചെടുക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെയ്തു നോക്കണം. വെറുതെ ഇരുന്ന് ഞാൻ ഇവിടെ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ ഒരു കയ്യിലിടാൻ പാടില്ല ശരിക്കും വെന്ത മീനിൽ. പക്ഷേ ഞാൻ ചട്ടി ഇങ്ങനെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ട് കറക്കില്ല എന്താ പറയുക, കറക്കി കഴിഞ്ഞാൽ മീൻ കൂട്ടാനൊക്കെ നിലത്തെത്തും. ചൊയറ്റിയിട്ട് എടുക്കുക. ഒന്ന് ഇതുപോലെ ചട്ടി ഒന്ന് ചുവച്ചെടുത്തിട്ട് അവിടെ വയ്ക്കുക. ഇത്രയുള്ള പണി കഴിഞ്ഞു. നല്ല എളുപ്പത്തിൽ 10 മിനിറ്റേ വേണ്ടൂ നമുക്ക് ഈ മീൻകറി റെഡിയാക്കാൻ. കുറേ നേരമായിട്ട് തിളപ്പിക്കല്ലേന്ന് ഞാൻ വീണ്ടും പറയുന്നത്, അതിൻ്റെ ടേസ്റ്റ് പോവും. അതാണ് കേട്ടോ ഞാൻ വീണ്ടും പറയണേ. നല്ല ചുവറ്റി ഇളക്കി അവിടെ വയ്ക്കുക. ഇതിൻ്റെ മീതെ ചൂടോടെ തന്നെ ഞാൻ പെരിഞ്ചീരകം ആദ്യമേ തേങ്ങ അരക്കണതിന് മുന്നേ ജാറിൽ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇവിടെ പൊടിച്ച് വയ്ക്കും, കഴിഞ്ഞേക്ക് കിടന്നു. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം എടുത്ത് പൊടിച്ച് വെച്ചു. എന്നിട്ട് ആ ജാറിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴും ഒരു പ്രത്യേകമാണ്. വേണമെങ്കിൽ തേങ്ങ അരക്കണതിൽ 4 മണി പെരിഞ്ചീരകമൊക്കെ ഇടാം. അതിൻ്റെ ആവശ്യമില്ല, ചാളയിലേക്ക് അവസാനം ഇട്ട് കൊടുത്താൽ മതി ഒരു 2 നുള്ള്. എന്നിട്ട് അത് മൂടി വയ്ക്കാം. ചേട്ടാ അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഓടി വന്നിട്ട് മൂടി വെച്ചതാണ്. അപ്പോൾ അത് മൂടി വയ്ക്കുക, അതവിടെ ഇരിക്കട്ടെ. അവസാനം പെരുംജീരകത്തിൻ്റെ ഇട്ടാൽ മതി കേട്ടോ.
ഇനി നമുക്ക് ഉള്ളി കാച്ചുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം. ആദ്യം ഒരു 1/4 ടീസ്പൂണ് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ കടുക് പൊട്ടിക്കില്ല, നമ്മുടെ അവിടേക്കൊന്നും. അപ്പോൾ നിങ്ങൾ പൊട്ടിക്കുന്നവരാണെങ്കിൽ കടുക് പൊട്ടിക്കാം, പക്ഷേ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ആ ടേസ്റ്റ് ഇതിലേക്ക് കൊള്ളില്ല. നമുക്ക് ഉലുവ 4 മണി പൊട്ടിച്ചോളൂ. പിന്നെ ചുവന്നുള്ളി 4 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നേരത്തെ മാറ്റി വെച്ച വെളുത്തുള്ളി ഇല്ലേ, ഒരു അല്ലി, അതും കൂടി നീളനെ അരിഞ്ഞിട്ടിട്ട് നല്ല മൂപ്പിക്കുക. പിന്നെ കുറച്ച് മുളകും പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് ഞാൻ ഭംഗിക്ക് വേണ്ടി ഇട്ടതാ, അല്ലെങ്കിൽ ഇടാറില്ല. കണ്ട സെറ്റപ്പായി വന്നിട്ടില്ലേ? എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ കൂട്ടാൻ? നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. ഈ തേങ്ങാപ്പാലിൽ ഈ തക്കാളിയും ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് വലിയ മീനുകളൊക്കെ വെക്കുമ്പോൾ ഇത് ചെയ്യണ്ട കേട്ടോ. ചെറിയ മീൻ, ചാള, പിന്നെ അതുപോലെ മുള്ളൻ, ഇതൊക്കെ തേങ്ങാപ്പാൽ, ചൂട, അതൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ അവിടെ തൃശ്ശൂരിൻ്റെ വീട്ടിലൊന്നും അധികം വെക്കില്ല. വെറുതെ മുളകിട്ട് തിളപ്പിക്കാറ് പതിവ്. പക്ഷേ തേങ്ങാപ്പാൽ അടിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്ക്, ഇഷ്ടമാവും.